ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن عدة الشهور عند الله 12 شهرا في كتاب الله يوم خلق السماوات والأرض منها 4 حرم ذلك الدين القيم فلا تظلموا فيهن أنفسكم وقاتلوا المشركين كافة كما يقاتلونكم كافة واعلموا أن الله مع المتقين. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ സൂക്ഷിച്ചുകൊണ്ട് അവനോട് ഏറ്റവും തഖ്വയുള്ളവരായി ജീവിക്കണം എന്നുണർത്തുകയാണ്. അള്ളാഹുവിൻ്റെ സന്നിധിയിലേക്ക് ഏതു നിമിഷവും ഈ ലോകത്തോട് വിട പറഞ്ഞ് യാത്ര പോകേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും എന്ന ചിന്തയും ബോധവും എപ്പോഴും നമ്മുടെ മനസ്സിൽ സജീവമായി നിലനിൽക്കണം. അടിസ്ഥാനമായിക്കൊണ്ട് തന്നെ സൂക്ഷ്മതയോടുകൂടി ജീവിതം മുന്നോട്ട് നയിക്കണം എന്നുണർത്തുകയാണ്. നമ്മളിന്ന് മുഹറം മാസത്തിലാണ്. ഹിജ്റ വർഷത്തിലെ 1ാമത്തെ മാസമാണ് മുഹറം. നമുക്കറിയാം, അത് പണ്ട് മുതൽ തന്നെ അറബികൾ അങ്ങനെ ആചരിച്ചു വരുന്നതാണ്. ഹജ്ജ് മാസം വർഷത്തിലെ അവസാന മാസമായിക്കൊണ്ടും തുടർന്ന് വരുന്ന മാസം വർഷത്തിലെ തുടക്കമായിക്കൊണ്ടും അവർ പണ്ട് മുതലേ നിലനിർത്തി പോരുന്നതും അതിനെ അതേ രീതിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും പിൽക്കാലത്ത് ഇസ്ലാമിക കലണ്ടർ രൂപപ്പെടുത്തിയപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബും ഒക്കെ അതേ രീതിയിൽ അത് നിലനിർത്തി വരികയും ചെയ്തു. അങ്ങനെ ഹിജ്റ ഒരു പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന മാസമാണ് മുഹറം മാസം. ഈ മാസത്തിന് വിശുദ്ധ ഖുർആൻ നമുക്ക് ഉണർത്തുന്ന പ്രത്യേകതകളുണ്ട്. ഖുർആൻ സൂറത്ത് തൗബയിലെ 36-ാം വചനത്തിലൂടെ ഉണർത്തുന്ന കാര്യം ഇന്ന ഇദ്ദത്ത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ, മാസങ്ങളുടെ എണ്ണം അത് 12 ആകുന്നു. ഫി കിതാബില്ല, അള്ളാഹുവിൻ്റെ നിയമത്തിൽ, അള്ളാഹുവിൻ്റെ കിതാബിൽ 12 മാസമാണ്. അഥവാ 12 മാസമാണ് ഒരു വർഷത്തിൻ്റെ പൂർത്തീകരണമായി കണക്കാക്കപ്പെടുന്നത് എന്നർത്ഥം. ഇത് പൊതുവിൽ ഏതു തലങ്ങളിലും ഏതു വിഭാഗവും മൊത്തത്തിൽ വലിയ വ്യത്യാസമില്ലാതെ ലോകത്ത് പണ്ട് മുതൽ തന്നെ 12 മാസത്തെ ഒരു വർഷമായി കണക്കാക്കുന്ന രീതി തന്നെയാണ് ഉള്ളത്. പക്ഷേ വിശുദ്ധ ഖുർആൻ അതിൽ പറയുന്ന ഒരു കാര്യം മിൻഹ അർബഅത്തുൻ യൗമ ഖലഖ സമാവാതി വൽ അർദ്, ആകാശഭൂമികൾ സൃഷ്ടിച്ച അന്ന് മുതൽ തന്നെ ഈ രീതിയാണ് അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്നത്. മിൻഹ അർബഅത്തുൻ ഹുറും, അതിൽ 4 പവിത്ര മാസങ്ങളാണ്. ഈ 4 പവിത്ര മാസങ്ങളിൽപ്പെട്ട ഒന്നാണ് ഈ മുഹറം മാസം എന്ന് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് വിശദീകരിച്ചുകൊണ്ട് നമുക്ക് പറഞ്ഞു തരികയുണ്ടായി. അസ്സനതു 12 ശഹ്റൻ, വർഷമെന്നത് അത് 12 മാസമാണ്. മിൻഹ അർബഅത്തുൻ ഹുറും, അതിൽ
4 പവിത്രമാക്കപ്പെട്ട മാസമാണ്. സലാസുൻ മുതവാലിയാത്ത്, 3 അതിൽ തുടർച്ചയായി വരുന്ന മാസങ്ങളാണ് ദുൽഖഅദ വ ദുൽഹിജ്ജ വ മുഹറം. ഈ 3 മാസങ്ങൾ തുടർച്ചയായി വരുന്ന 3 മാസങ്ങളാണ്. റജബ് മുദർ അല്ലദീ ബൈന ജുമാദ വ ശഅബാൻ. അങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ജുമാദയുടെയും ജുമാദ മാസത്തിൻ്റെയും ശഅബാൻ മാസത്തിൻ്റെയും ഇടയിലുള്ള റജബും. ആ റജബിനെ പറ്റി പറഞ്ഞപ്പോൾ റജബ് മുദർ എന്നാണ് റസൂലുള്ളാഹി ഉണർത്തിയത്. മുദർ ഗോത്രത്തിൻ്റെ റജബ് എന്ന്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ചില ഗോത്രങ്ങൾ റമദാൻ മാസത്തെ മുഹറമായി അഥവാ പവിത്ര മാസമായി കണക്കാക്കുകയും അങ്ങനെ റമദാൻ മാസത്തിന് റജബ് എന്ന് പേരിടുകയും ചെയ്തിരുന്ന ചില ഗോത്രങ്ങളുണ്ടായിരുന്നു. എന്നാൽ മുദർ ഗോത്രം ശരിക്കും റജബ് മാസത്തിൽ തന്നെയാണ് റജബ് എന്ന് പറഞ്ഞിരുന്നത്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ റജബ് എന്ന് പറഞ്ഞാൽ ചില ആളുകൾ പേരിട്ടിരിക്കുന്ന റമദാൻ മാസത്തിൻ്റെ റജബല്ല, മറിച്ച് മുദർ ഗോത്രം പറയുന്ന റജബ് മാസം. അപ്പോൾ റജബ്, മുഹറം, ദുൽഹിജ്ജ, ദുൽഖഅദ ഈ 4 മാസങ്ങൾ പവിത്ര മാസങ്ങളാണ്. പവിത്ര മാസങ്ങൾക്ക് അതിൻ്റേതായ കുറേ പ്രത്യേകതകളുണ്ട്. വിശുദ്ധ പ്രവാചകൻ നമുക്ക് മുഹറം മാസത്തെ സംബന്ധിച്ചിടത്തോളം പരിചയപ്പെടുത്തിയത് ഒന്നാമതായി അതിനെ സംബന്ധിച്ച് ഷഹ്റുല്ലാഹിൽ മുഹറം എന്നാണ്, അള്ളാഹുവിൻ്റെ മാസം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അതിനെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. ഈ മുഹറം മാസത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മൾക്ക് അതിൻ്റെ പ്രത്യേകതകളും അതിൻ്റെ പുണ്യവും പോരിശവും ഒക്കെ പറഞ്ഞ് തരുന്ന ഇതിൻ്റെ ഒരു പദപ്രയോഗമാണ് അള്ളാഹുവിൻ്റെ മാസം. എന്നാൽ ഈ മുഹറം മാസത്തെപ്പറ്റി മുസ്ലിം സമൂഹത്തിൽ പ്രത്യേകിച്ചും നമ്മുടെ നാടുകളിലൊക്കെ നിലനിൽക്കുന്നത് വളരെ മോശമായ ചില വിശ്വാസങ്ങളും അതുപോലെ തന്നെ ചില അന്ധവിശ്വാസങ്ങളുമാണ് നിലനിൽക്കുന്നത്. ഒന്ന്, മുഹറം മാസത്തിൻ്റെ ആദ്യത്തെ 10 ദിവസം, ആ 10 ദിവസം ഒരു ദുശകുനത്തിൻ്റെ ദിവസങ്ങളാണ്. എന്ത് ചെയ്താലും ആ 10 ദിവസത്തിൻ്റെ ഇടയ്ക്ക് എന്ത് സംഗതികൾ നടന്നാലും അതിനൊരു നന്മ ഉണ്ടാകില്ല, അത് പരാജയമായിരിക്കും എന്നൊരു വിശ്വാസം മുസ്ലിങ്ങളുടെ ഇടയിൽ കടന്നുകൂടിയിട്ടുണ്ട്. അതിന് നയസിൻ്റെ മാസം എന്നാണ് പറയാം. ചില കലണ്ടറുകളിലൊക്കെ അങ്ങനെ തന്നെ രേഖപ്പെടുത്തി കാണാൻ കഴിയും. ഈ നയസിൻ്റെ മാസം എന്ന് പറയുന്നത് കൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ സാധാരണ മുസ്ലിം സമൂഹത്തിൽപ്പെട്ട ബഹുഭൂരിപക്ഷം ആളുകളും ഈ മുഹറം 1 മുതൽ 10 വരെ അവർ കല്യാണങ്ങളോ മറ്റെന്തെങ്കിലും വ്യവഹാരങ്ങളോ കച്ചവടം തുടങ്ങലോ ഷോപ്പ് ഉദ്ഘാടനമോ ഇങ്ങനത്തെ സംഗതികളൊന്നും അവർ നടത്തൂല. കാരണം അവർ വിശ്വസിക്കുന്നത് മുഹറം 10ൻ്റെ ഇടയ്ക്ക് നടത്തിയാൽ അത് പരാജയമായിരിക്കും, അത് വിജയിക്കൂല എന്നൊരു അന്ധവിശ്വാസം ആണ് യഥാർത്ഥത്തിൽ അവരെ അതിന് നയിക്കുന്നത്. ആ അന്ധവിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ വിശ്വസിച്ച് പോരുകയും ഇപ്പോൾ നമ്മൾ തന്നെ ആലോചിച്ച് നോക്കിയാൽ മതി. ഇപ്പോൾ ഇന്ന് മുഹറം 9, മുഹറം 10 എന്ന് പറഞ്ഞാൽ നാളെയോടുകൂടി മുഹറം 10. ഈ ദിവസത്തിൽ ഇതിൻ്റെ ഇടയ്ക്ക് ഞായറാഴ്ചയും മറ്റൊക്കെ എല്ലാ ഞായറാഴ്ചയും കല്യാണങ്ങളും മറ്റൊക്കെ നടക്കാറുണ്ടല്ലോ. പക്ഷേ ഈ കഴിഞ്ഞ മുഹറം മാസത്തിൽ അങ്ങനത്തെ ഒരു സംഭവത്തെ സംബന്ധിച്ച് നമ്മുടെ സമൂഹം ആലോചിക്കൂല. കാരണം അവർ വിചാരിക്കുന്നത് അത് ഗുണമല്ല, അതൊക്കെ അന്ധവിശ്വാസമാണ്, യാതൊരു അടിസ്ഥാനമില്ലാത്ത വിശ്വാസങ്ങളാണ്. ഇങ്ങനത്തെ എല്ലാ അന്ധവിശ്വാസങ്ങളെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിരാകരിച്ചത് നമുക്ക് ഹദീസുകളിലൂടെ നമുക്ക് കാണാൻ കഴിയും. റസൂലുള്ളാഹി അന്ധവിശ്വാസത്തെ പാടെ നിരാകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മുസ്ലിം സമൂഹത്തിൽ ധാരാളം അന്ധവിശ്വാസങ്ങൾ ഇതേ രീതിയിലുണ്ട്. ശകുനത്തെ പറ്റിയും ദുശകുനത്തെ സംബന്ധിച്ചും അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളിലും ഒരുപാട് ഇത്തരം അന്ധവിശ്വാസങ്ങളുണ്ട്. അതിനെ മുൻനിർത്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി, ലാ ഖിയറത വലാ ഹാമത വലാ സഫറ വലാ നൗഅ വലാ ഊല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി അന്ധവിശ്വാസങ്ങളായി സമൂഹത്തിൽ നിലനിൽക്കുന്ന സകലതിനെയും നിരാകരിക്കുന്ന രീതിയിൽ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഒന്ന്, ഈ രോഗം എന്നത് ഒരാൾക്ക് മറ്റൊരാൾക്ക് പകർന്നു കൊടുക്കാൻ പറ്റുന്ന ഒന്നാണ് എന്ന് ഈ രോഗത്തെ പറ്റിയുള്ള ചില അന്ധവിശ്വാസങ്ങൾ ആളുകളുടെ ഇടയിലുണ്ട്. റസൂലുള്ളാഹി പറഞ്ഞു അങ്ങനെയൊന്നും ഇല്ല, അങ്ങനത്തെ ഒരു പരിപാടി തന്നെ യഥാർത്ഥത്തിലില്ല. അതുപോലെ പക്ഷി ലക്ഷണം നോക്കിയിട്ടാണ് പല ആളുകളും
പല കാര്യങ്ങളും നോക്കിയിരുന്നത്. ഒരു പ്രാവിനെയോ മറ്റോ ഒന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ പ്രാവിനെ അങ്ങോട്ട് പുറത്തേക്ക് വിടും. അത് വലതു ഭാഗത്തേക്ക് പറഞ്ഞാൽ ഇന്ന് നല്ല ദിവസമാണ്, ഇന്ന് നമുക്ക് പുറപ്പെടാമെന്ന് വിചാരിക്കും. ഇടതു ഭാഗത്തേക്ക് പറഞ്ഞാലോ ഇന്ന് വേണ്ട, നമുക്ക് നാളെ പോകാം എന്ന് വിചാരിക്കും. അല്ലെങ്കിൽ നമുക്ക് കുറച്ച് കഴിഞ്ഞ ശേഷം പോകാം. ഒരു കാറെടുത്ത് മുന്നോട്ട് പോകുമ്പോൾ, കാറ് സ്റ്റാർട്ടാക്കി പോകുമ്പോൾ ഒന്ന് ബാക്കൊക്കെ എടുത്തിട്ടില്ലെങ്കിൽ അതിനെന്തോ കുഴപ്പമുണ്ടാകും എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. അതിനൊരു ശാസ്ത്രീയമായ സംഗതിയൊന്നുമല്ല, മറിച്ച് അങ്ങനെ ഒന്ന് ബാക്കിലേക്ക് എടുക്കും. അതുപോലെ തന്നെ കാറിന്റെ മുമ്പിലൂടെ ഏതെങ്കിലും ഒരു പൂച്ച, കറുത്ത പൂച്ച അഥവാ നമ്മളുടെ ബൈക്കിന്റെയോ കാറിന്റെയോ മുമ്പിലൂടെയൊക്കെ ഒന്ന് അങ്ങോട്ട് ക്രോസ് ചെയ്താൽ അന്നത്തെ യാത്ര അവസാനിപ്പിക്കുന്ന ആളുകൾ. ചില ദിവസങ്ങൾക്ക് അങ്ങനെ കാണിക്കുന്ന ആളുകളുണ്ട്. ചൊവ്വാഴ്ച ദിവസം നമ്മൾ പുറത്തു പോയാൽ ഒന്നും ശരിയാവില്ല. അതുകൊണ്ട് തന്നെ ഈ വിശ്വാസമില്ലാത്ത ആളുകൾക്ക് ട്രെയിൻ ടിക്കറ്റും ഫ്ലൈറ്റ് ടിക്കറ്റും ഒക്കെ ചൊവ്വാഴ്ച പൊതുവിൽ കുറച്ചുകൂടി സൗകര്യമായി അതിന് റഷ് കുറയും. കാരണം ഇങ്ങനത്തെ അന്ധവിശ്വാസമുള്ളത് മുസ്ലിങ്ങളുടെ ഇടയിലും അമുസ്ലിങ്ങളുടെ ഇടയിലൊക്കെ ധാരാളം ഉണ്ട്. ആ അന്ധവിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ അവരന്ന് ചൊവ്വാഴ്ച പല സംഗതികൾക്കും മുതിർന്നു പോവുകയില്ല. അപ്പൊ അതുകൊണ്ട് അവിടെ ഒഴിവുണ്ടാവും അങ്ങനെ വിശ്വസിക്കുന്ന ആളുകൾ. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനത്തെ അന്ധവിശ്വാസങ്ങളെ പാടെ നിരാകരിച്ചത് നമുക്ക് കാണാൻ കഴിയും. വല സഫറ, അത് റസൂലിന്റെ കാലത്തുണ്ടായിരുന്ന ചില മാസങ്ങളെ പറ്റി ഉണ്ടായിരുന്ന അന്ധവിശ്വാസങ്ങളുണ്ട്. സഫർ മാസത്തെ പറ്റി ഇങ്ങനെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയുണ്ടായി, ആളുകൾക്ക് ചില ആളുകൾ ഇങ്ങനെ ജാഹിലിയ കാലം മുതൽ നിലനിർത്തിപ്പോകുന്ന ചില അന്ധവിശ്വാസമുണ്ട്. ചൊവ്വാൽ മാസത്തിൽ കല്യാണം നടന്നാൽ അതിനൊരു ഗുണം പിടിക്കൂല എന്നുള്ള വിശ്വാസമുണ്ട്. അതിനെ പറ്റി കേട്ടപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പറയുണ്ടായി, എൻ്റെ കല്യാണം നടന്നത് ചൊവ്വാലാണ്, ഞാനും നബിയും തമ്മിൽ വീട് കൂടിയത് പുതുക്കം നടന്നത് അതും ചൊവ്വാൽ മാസത്തിലാണ്. ഇന്നെക്കാൾ സൗഭാഗ്യവതിയായ മറ്റാരാണുള്ളത് എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു. അങ്ങനെയൊന്നുമില്ല, ഇന്ന ദിവസം നല്ലത്. ഇപ്പോൾ നമ്മൾ ഒരു ആക്സിഡന്റ് നടന്നപ്പോൾ അഥവാ ഒരു വിമാന ദുരന്തം നടന്നപ്പോൾ അതിലേതോ ഒരു സീറ്റിൽ ഉള്ള ആള് രക്ഷപ്പെട്ടു എന്നൊക്കെയാണ് പറയണത്. രക്ഷപ്പെട്ടതാണോ അല്ലേ എന്നൊക്കെ തർക്കമുണ്ട്. ഏതായാലും ഇന്ന സീറ്റിലായിരുന്നു ആൾ ഇരുന്നിരുന്നത്, ഇത്രാം നമ്പർ സീറ്റിലാണ് ഇരുന്നത്, അതുകൊണ്ട് ആ നമ്പർ സീറ്റ് അത് ഭാഗ്യ സീറ്റാണ്, ആ നമ്പർ സീറ്റിന് ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് വിശ്വസിക്കുന്ന അന്ധവിശ്വാസികൾ. സകല വലിയ മഹാന്മാരായി നമ്മൾ കണക്കാക്കുന്ന പല ആളുകളും അവരുടെ കാറുകൾക്കും അവരുടെ ഫ്ലാറ്റുകൾക്കും ഒക്കെ ചില നമ്പറുകൾ ഒഴിവാക്കും. ചില വലിയ വലിയ ഹോട്ടലുകളുണ്ട്, ആ ഹോട്ടലുകളിൽ ചില നമ്പർ ഉണ്ടാവില്ല. 10 കഴിഞ്ഞാൽ പിന്നെ 12 ആയിരിക്കും. അത് ഉദാഹരണമായി പറയാണ്, 11 ഉണ്ടാവില്ല. കാരണം 11ാം നമ്പർ എന്ന് പറഞ്ഞാൽ അത് നിർഭാഗ്യത്തിന്റെ നമ്പറാണെന്ന് വിശ്വസിക്കുക. അങ്ങനെ ചില നമ്പറുകളെ സംബന്ധിച്ച് അത് ഭാഗ്യ നമ്പറാണെന്നും ചില നമ്പറുകളെ പറ്റി അത് നിർഭാഗ്യ നമ്പറുകളാണ് എന്നൊക്കെ വിശ്വസിക്കുന്നത് കടുത്ത അന്ധവിശ്വാസമാണ്. അതിന് മതത്തിന്റെയോ ശാസ്ത്രത്തിന്റെയോ യാതൊരു പിൻബലമില്ല. കുറേ ആളുകൾ വെറുതെ പറഞ്ഞ് പ്രചരിപ്പിച്ച കുറേ സംഭവങ്ങളാണ് ഇതൊക്കെ. മുഹറം മാസവുമായി ബന്ധപ്പെട്ട് ഇങ്ങനത്തെ ഒരുപാട് അന്ധവിശ്വാസങ്ങളുണ്ട്. അതുപോലെ തന്നെ വല സഫറ എന്ന് പറഞ്ഞതും, അതുപോലെ വേറെ ഒരു വിശ്വാസം ഈ സഫറിനെ പറ്റി പറയും. ചില കിളികൾ, ചില പക്ഷികൾ അവർ ചില ശബ്ദങ്ങൾ ഉണ്ടാക്കിയാൽ അത് ദുശ്ശകുനമാണ്, അത് ദുശ്ശകുനമാണെന്ന് വിശ്വസിക്കുന്ന ആള്. കാക്ക കരഞ്ഞാൽ അത് ഇന്നതാണ് എന്ന് വിശ്വസിക്കുന്ന ഹൈന്ദവ ജനങ്ങളുണ്ട്. അതുപോലെ തന്നെ കുറ്റിച്ചൂളാൻ എന്ന് പറയുന്ന ഒരു പക്ഷി, അത് അതിൻ്റെതായ ശബ്ദം പുറപ്പെടുവിക്കും. കുറ്റിച്ചൂളാൻ കരഞ്ഞാൽ അത് എന്തോ അപകടത്തെ കൊണ്ടുവരികയാണ്. അല്ലെങ്കിൽ കൂമൻ ഒന്ന് കുറുകിയാൽ. ഇങ്ങനെ അന്ധവിശ്വാസങ്ങൾ കൊണ്ട് നിബിഡമാണ് മുസ്ലിം സമൂഹം എന്ന് മാത്രമല്ല എല്ലാ സമൂഹങ്ങളും അങ്ങനെ തന്നെയാണ്. അതുപോലെ റസൂലുള്ളാഹി പറഞ്ഞു, ഈ നക്ഷത്രങ്ങൾ കൊണ്ട് നക്ഷത്രങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ നിർവഹിക്കാൻ കഴിയും എന്നുള്ള വിശ്വാസം കടുത്ത അന്ധവിശ്വാസമാണ്. ഇന്ന് ആധുനിക ലോകം തന്നെ ഈ വാരഫലം എന്ന് പറയുന്ന സംഗതി, വാരഫലം എന്ന് പറയുന്നത് അന്ധവിശ്വാസത്തിന്റെ കൂടാരമാണ്. ഇന്ന നക്ഷത്രത്തിൽ ജനിച്ച ആളാണെങ്കിൽ ഇന്ന ദിവസം ജനിച്ച ആൾക്ക് അത് ഇങ്ങനെയാണ്, അതല്ലെങ്കിൽ ഇന്ന ഈ ചൊവ്വാദോഷം എന്നൊക്കെ പറയുന്നത് അതിൻ്റെ പേരിൽ ഈ ചൊവ്വാദോഷത്തിന്റെ കെടുതി അനുഭവിക്കുന്ന എത്ര സ്ത്രീകളുണ്ട്, എത്ര പുരുഷന്മാരുണ്ട് ഹൈന്ദവ സുഹൃത്തുക്കളുടെ ഇടയിലൊക്കെ ധാരാളം. കാരണം ചൊവ്വാദോഷം കല്യാണാലോചന വരുമ്പോൾ അവര് ആദ്യം തന്നെ ചൊവ്വാദോഷം ആണെന്ന് പറഞ്ഞാൽ പിന്നെ വിവാഹം കഴിക്കും.
ഇങ്ങനത്തെ നമ്മളെ മാസങ്ങളെ പറ്റിയും അതുപോലെ തന്നെ നക്ഷത്രത്തെ കണക്കാക്കിക്കൊണ്ടുള്ള ഒരുപാട് അന്ധവിശ്വാസങ്ങൾ. ഊല റസൂലുള്ളാഹി പറഞ്ഞു, ഈ പൊട്ടിച്ചൂട്ട് എന്ന് പറഞ്ഞ സംഗതി ഇല്ല, പ്രേതം എന്ന് പറഞ്ഞ സംഗതി ഇല്ല. അങ്ങനെ ചില ആളുകളുണ്ട്. മരിച്ചു കഴിഞ്ഞാൽ, പ്രത്യേകിച്ചും ആത്മഹത്യയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ ആത്മാവ് അവിടെ ഇങ്ങനെ ഉഴഞ്ഞ് നടക്കും, അത് പിന്നെ മറ്റുള്ളവരിലേക്ക് പ്രവേശിക്കും, വരും എന്നൊക്കെയുള്ള അന്ധവിശ്വാസങ്ങൾ. റസൂൽ എന്ന് പറഞ്ഞ പോലെ ഊല, അങ്ങനെ ഒരു പൊട്ടിച്ചൂട്ടെന്നോ അങ്ങനെ ഊല് കോത്താമ്പി എന്നൊക്കെ നമ്മൾ കുട്ടികളെ പറഞ്ഞ് പേടിപ്പിക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ, അങ്ങനെയൊന്നും ഇല്ല. അപ്പൊ ഈ പദപ്രയോഗങ്ങളുടെയൊക്കെ പ്രത്യേകതകൾ എന്താണ്? അത്ര കൃത്യമായിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതാണ് മുഹറം പറയുമ്പോൾ നമ്മളുടെ ആളുകളുടെ ഇടയിൽ അങ്ങനെ കുറേ ധാരണകളെ നമ്മൾ തിരുത്തി കൊടുക്കേണ്ടതുണ്ട്. മറ്റൊന്ന്, മുഹറം മാസത്തിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടത് അവരുടെ മുഹറം മാസത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ശർആക്കി നമുക്ക് നിർണയിച്ചു തന്ന ആശൂറ നോമ്പാണ്. ആശൂറ നോമ്പ് എന്ന് പറഞ്ഞാൽ മുഹറം 10-ന്റെ നോമ്പാണ്. ഈ മുഹറം 10-ന്റെ നോമ്പിനെ പറ്റി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അത് നിങ്ങളുടെ ഒരു വർഷത്തെ, കഴിഞ്ഞ ഒരു വർഷത്തെ ചെറുപാപങ്ങൾ അത് നിങ്ങൾക്ക് കുറച്ചു തരും. ഇപ്പൊ സാധാരണ റസൂലുള്ളാഹി ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും, അൽ ജുമുഅത്തു ഇലൽ ജുമുഅ വ റമദാൻ ഇലാ റമദാൻ, ജുമുഅ മുതൽ ജുമുഅ വരെ, റമദാൻ മുതൽ റമദാൻ വരെ, ഒരു ഉംറ മുതൽ അടുത്ത ഉംറ വരെ ഉള്ള പാപങ്ങൾ അവർ കൊടുക്കും എന്നൊക്കെ പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് അത് ചെറുപാപങ്ങളാണ്. കാരണം ഈ ചെറുപാപങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ അറിഞ്ഞും അറിയാതെയും ഒക്കെ നമ്മൾ അങ്ങാടിയിൽ കൂടെ നടന്നു പോകുമ്പോഴോ 4 ആളുകൾ കൂടിയിരുന്ന് സംസാരിക്കുമ്പോഴോ അങ്ങനെ ഏത് സന്ദർഭത്തിലും നമ്മളിൽ ഇങ്ങനെ പാപങ്ങൾ ഇങ്ങനെ കയറി വരും. ഇപ്പോൾ നമ്മൾ പത്രം വായിക്കുകയാണെങ്കിൽ, TV കാണുകയാണെങ്കിൽ, മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ, യാത്ര പോകുമ്പോൾ ഒക്കെ പാടില്ലാത്ത പലതും നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഒക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് പല രീതിയിൽ കടന്നു വരുന്നുണ്ടാവും. ഇതൊക്കെ ചെറുപാപങ്ങളായിട്ടാണ് കണക്കാക്കപ്പെടുക. അങ്ങനത്തെ പാപങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മുക്തമാകാൻ കഴിയുന്ന ഒരു നോമ്പാണ് ആശൂറ നോമ്പ്, മുഹറം 10-ന്റെ നോമ്പ്. മുഹറം 10-ന് നടക്കുന്ന നോമ്പ്. അതിനെ പറ്റി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിഞ്ഞപ്പോൾ, അത് ജൂതന്മാരും ആ നോമ്പ് അനുഷ്ഠിക്കുന്നു എന്ന് അറിഞ്ഞപ്പോൾ അവരെന്തിനാ നോമ്പ് അനുഷ്ഠിക്കുന്നത് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഫിർഔൻ കൊല്ലപ്പെട്ടത് ആ ദിവസം. ഫിർഔൻ കൊല്ലപ്പെട്ടത് മുഹറം 10-നാണ്. വളരെ റസൂലുള്ളാഹി പറഞ്ഞു, ഫിർഔൻ കൊല്ലപ്പെട്ടതിന്റെ വിഷയം അത് നിങ്ങളെക്കാൾ കൂടുതൽ അതിൽ സന്തോഷിക്കുകയും മൂസാ നബിക്കുണ്ടായ ആ വിജയത്തിൽ ആഹ്ലാദിക്കുകയും ചെയ്യേണ്ടവർ ഞങ്ങളാണല്ലോ. അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, ഞാൻ ജീവിച്ചിരിക്കുമെങ്കിൽ അടുത്ത വർഷം ഞാൻ 9 നോൽക്കും. 10-ന് പുറമെ ഈ ജൂതന്മാരുടെ നടപടിക്ക് വ്യത്യസ്തമായ രീതിയിൽ 9 ഞാൻ നോൽക്കും എന്ന് റസൂലുള്ളാഹി പറഞ്ഞു. റസൂലുള്ളാഹി നോറ്റിട്ടില്ലെങ്കിലും അങ്ങനെ മുഹറം 10-ന് ഫിർഔൻ മുക്തിക്കൊല്ലപ്പെട്ട ദിവസം കൂടി അത് മുഹറം 10-നാണ്. ഫിർഔനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം യസ്തദീഫു ത്വായിഫതൻ മിൻഹും, വിശുദ്ധ ഖുർആൻ പറഞ്ഞ അങ്ങനെയാണ്, ഒരു വിഭാഗത്തെ അടിച്ചമർത്തിക്കൊണ്ട് ഭരണം നടത്തിയ ഭരണാധികാരിയായിരുന്നു അദ്ദേഹം. യുസബ്ബിഹു അബ്നാഅഹും വയസ്തഹീ നിസാഅഹും, അവരെ തലമുറകളെ നശിപ്പിച്ച മനുഷ്യനാണ്. തലമുറകളെ നശിപ്പിക്കുക, കുട്ടികളെ മുഴുവൻ കൊന്നൊടുക്കുക, സ്ത്രീകളെ അപമാനിക്കുക, ജീവിക്കാൻ വിടുന്ന സ്ത്രീകളെ തന്നെ പീഡിപ്പിച്ചുകൊണ്ടും അത് മറ്റ് പല രീതിയിലും അവരെ അടിമകളാക്കിക്കൊണ്ട് ആ നാട് ഭരിച്ചൊരു സ്വച്ഛാധിപതിയായ ഒരു ഭരണാധികാരിയായിരുന്നു ഫിർഔൻ. ഇന്നഹു കാന മിനൽ മുഫ്സിദീൻ, നാട്ടിൽ ഫസാദ് ഉണ്ടാക്കുകയായിരുന്നു അദ്ദേഹം ചെയ്തിരുന്നത്. ആ ഫിർഔൻ അദ്ദേഹം മുക്കിക്കൊല്ലപ്പെടുകയാണ് ചെയ്തത്. സൂറത്ത് യൂനുസിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ അദ്ദേഹത്തിന്റെ മരണത്തിന്റെ ഭാഗമെടുത്ത് പറയുന്നുണ്ട്. ഏത് മനുഷ്യനും അവൻ ഈ ലോകത്തോട് വിട പറയുന്ന സന്ദർഭം വരെ അവരുടെ എല്ലാ ഈ പേക്കൂത്തുകളും നിലനിൽക്കുള്ളൂ. ഏത് ഭരണാധികാരികളും ആലോചിക്കേണ്ട സംഗതിയാണത്. അതിനൊന്നും വലിയ ആയുസ്സില്ല. കുറച്ചു കാലമൊക്കെ എല്ലാവരെയും അടിച്ചമർത്തിക്കൊണ്ടും എല്ലാവരെയും മറ്റു പല രീതിയും പീഡിപ്പിച്ചുകൊണ്ടുമൊക്കെ ജീവിക്കാനും ഭരണം നടത്താനും ഒക്കെ എല്ലാവർക്കും സാധിക്കും. അതിനൊന്നും വലിയ ആയുസ് ഉണ്ടാവുകയില്ല. റസൂലുള്ളാഹി വിശുദ്ധ ഖുർആൻ നമുക്ക് പറയുന്നത് ഇങ്ങനത്തെ അന റബ്ബുക്കുമുൽ അഅല, ഞാനാണ് ഏറ്റവും വലിയ സ്വച്ഛാധിപതി, ഞാനാണ് ഏറ്റവും വലിയ റബ്ബ്, ഞാനാണ് റബ്ബ് എന്നൊക്കെ പറഞ്ഞ് വീമ്പ് പറഞ്ഞിരുന്ന ഫിർഔൻ അദ്ദേഹം മരിക്കുന്ന രംഗം വിശുദ്ധ ഖുർആൻ സൂറത്ത് യൂനുസിലെ 90, 91, 92 ആയത്തുകളിൽ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അദ്ദേഹം മരിക്കുന്നത്
അദ്ദേഹം ഇങ്ങനെ മുങ്ങിച്ചാകാൻ പോകുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ആമൻതു അന്നഹു ലാ ഇലാഹ ഇല്ലാ അല്ലദീ ആമനത് ബിഹി ബനൂ ഇസ്രായീൽ. ബനൂ ഇസ്രായേലുകൾ വിശ്വസിക്കുന്ന, മൂസാ നബിയൊക്കെ വിശ്വസിക്കുന്ന ആ ഇലാഹിൽ, ആ ദൈവത്തിൽ ഞാനിതാ വിശ്വസിച്ചിരിക്കുന്നു. വഅനമിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിമാണ് കേട്ടോ എന്ന് മരിക്കാൻ പോകുന്ന, വെള്ളം കുടിച്ച് മരിക്കാൻ പോകുന്ന ഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. എല്ലാവരെയും കഥ അങ്ങനെയാണ്. ഏത് നിരീശ്വരവാദിയാണെങ്കിലും, ഏത് ഇസ്ലാമിനെ അല്ലെങ്കിൽ ദൈവത്തെ ഏതർത്ഥത്തിലും നിരാകരിക്കുകയും എന്തും തോന്നിയ പോലെ ചെയ്യുന്ന ഏതാളുകളും മരണക്കിടക്കയിലെത്തുമ്പോൾ അവൻ ലൗലാ അഖർതനി ഇലാ അജലിൻ ലഅസദ്ദഖന്ന വഅകും മിനസ് സ്വാലിഹീൻ എന്ന് പറയുന്നതാണ്. പടച്ചോനെ ഒരു അവസരം കൂടി തരികയാണെങ്കിൽ ഞാൻ സാലിഹായി ജീവിച്ചോളാന്ന് എല്ലാവരും പറയുന്നതാണ്. നമുക്കറിയില്ല, നമുക്കത് കാണൂല. ആ എല്ലാ വലിയ വീമ്പ് പറഞ്ഞ് ഈ ഭൂമിയിൽ ജീവിച്ചവരൊക്കെ മരിക്കാൻ കിടക്കുന്ന സമയത്ത് ഞാൻ നന്നായിക്കോളാം എന്ന് പറയും. കാരണം അവർ നേരിട്ട് കാണുകയാണ്, മരണത്തെ നേരിട്ട് വരാൻ പോകുന്ന അവസ്ഥ അവർ കാണുകയാണ്. അങ്ങനെ ഫിർഔൻ പോലും, അതിനേക്കാൾ വലിയ സ്വച്ഛാധിപതി ഏതാണ് ഉണ്ടായിട്ടുള്ളത് ഭൂമിയിൽ, അദ്ദേഹം പോലും പറഞ്ഞു. പക്ഷേ ഖുർആൻ പറഞ്ഞു സമയം കഴിഞ്ഞു, അള്ളാഹു പറഞ്ഞു സമയം കഴിഞ്ഞു. അൽ ആൻ, ഇപ്പോഴാണോ? ഇതുവരെ നീ ധിക്കാരത്തിൽ നിലകൊള്ളുകയായിരുന്നല്ലോ. വകുന്ത മിനൽ മുഫ്സിദീൻ, ഈ സ്വച്ഛാധിപതിയായിക്കൊണ്ട് താന്തോന്നിയായി ജീവിക്കുകയല്ലായിരുന്നു. ഇപ്പോൾ അതിന്റെ സമയം കഴിഞ്ഞു. അഥവാ മരണക്കിടക്കയിൽ ഞാൻ നന്നാകാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അതതിൻ്റെ മുമ്പ് വേണം. ഈ പാഠം കൂടി നമുക്ക് ഈ മുഹറം 10 നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഈ അർത്ഥത്തിൽ മുഹറം 10 എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. പിന്നെ മുഹറം 10മായി വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടത് അതിലെ നോമ്പാണ്. മുഹറം 10ഉം അതുപോലെ മുഹറം 9ഉമായി ബന്ധപ്പെട്ട നോമ്പ്. ഈ നോമ്പുമായി ബന്ധപ്പെട്ട് ഇന്ന് നമ്മളുടെ ഇടയിൽ ചില ആശങ്കകളും അല്ലെങ്കിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. ചില ആളുകൾ ഈ വെള്ളി ഇന്ന് 9ഉം നാളെ 10ഉമായിട്ട് കണക്കാക്കുന്നുണ്ട്. സൗദി അറേബ്യ പോലെയുള്ള നാടുകളിൽ, ലോകത്തിലെ വിവിധ രാഷ്ട്രങ്ങളിൽ ഈ ദിവസം മാസപ്പിറവി ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് 9ഉം നാളെ 10ഉമായി കണക്കാക്കുന്നുണ്ട്. വേറെ ചില ആളുകൾ കേരളത്തിൽ മാസപ്പിറവി ഉണ്ടായിട്ടില്ലെങ്കിലും തമിഴ്നാട്ടിലൂടെ മാസപ്പിറവി ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ട് നാളെ ശനി ഞായറാണ് 9ഉം 10ഉമായിട്ട് കണക്കാക്കുന്നത്. വേറെ നമ്മുടെ കൂട്ടത്തിൽ ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങൾ, അവർ നമ്മുടെ നാട്ടിലുള്ളവരധികവും മാസപ്പിറവി ഉണ്ടായിട്ടില്ല എന്ന് വിചാരിച്ച് എന്ന ഒരു അടിസ്ഥാനത്തിൽ ഞായറാഴ്ചയും തിങ്കളാഴ്ചയുമാണ് ഈ മുഹറം 9ഉം 10ഉം നിർണയിച്ചിട്ടുള്ളത്. ഈ അവസരത്തിൽ അപ്പോൾ അത് ഓരോരുത്തർക്കും അവരവർ ദിവസം 9ഉം 10ഉം കണക്കാക്കുന്നതിൽ അവരുടേതായ മാനദണ്ഡങ്ങളുണ്ട്. അതിൽ ഇന്നത് മാത്രമാണ് ശരി എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇന്നത് മാത്രമാണ് അതിൽ ശരി, മറ്റതൊക്കെ തെറ്റാണ് എന്നൊന്നും പറയാൻ പറ്റില്ല. ഓരോരുത്തരും എല്ലാ മാസവും കണ്ടേ പറ്റുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ഞായറും തിങ്കളുമാണ്. എന്നാൽ നമ്മളുടെ ലൊക്കാലിറ്റി അല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ തന്നെ ലോകത്ത് എവിടെയെങ്കിലും കണ്ടാൽ മതിയല്ലോ എന്ന് വിശ്വസിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് ഇന്നും നാളെയാണ്. എന്നാൽ കേരള ഹിലാൽ കമ്മിറ്റി നമ്മൾ പൊതുവിൽ അവലംബിക്കുന്നത് ഇത്തരം സംഗതികളിലൊക്കെ വർഷങ്ങളായി 970 മുതൽ നമ്മൾ അവലംബിക്കുന്നത് കേരള ഹിലാൽ കമ്മിറ്റിയുടെ നിലപാടാണ്. കേരള ഹിലാൽ കമ്മിറ്റിയുടെ നിലപാട് അള്ളാഹുവിൻ്റെ റസൂല് കാണണം എന്ന് നമ്മളോട് നിർബന്ധമായി പറഞ്ഞ സന്ദർഭങ്ങളല്ലാത്ത സന്ദർഭങ്ങളിലൊക്കെ നമുക്ക് കലണ്ടറിന് ആസ്പദമായി ഈ നോമ്പ് അനുഷ്ഠിക്കാം എന്നാണ് നമ്മൾ ഹിലാൽ കമ്മിറ്റിയുടെ നിലപാട്. കാണണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നിർബന്ധമായി പറഞ്ഞത് 3 സന്ദർഭങ്ങളിലാണ്. പെരുന്നാളും 2 നോമ്പിൻ്റെയും സന്ദർഭത്തിൽ, അറഫ നോമ്പൊക്കെ അതിൽപ്പെടും. പെരുന്നാളും അതുപോലെ റമദാൻ നോമ്പും പെരുന്നാളുകളുമാണ്. അതിന് റസൂലുള്ളാഹി വളരെ കടിശായിട്ട് പറഞ്ഞിട്ടുണ്ട്, ലാ തസൂമു ഹത്താ തറവുൽ ഹിലാൽ, ഹിലാൽ കാണാതെ നിങ്ങൾ നോമ്പ് അനുഷ്ഠിക്കരുത്. ലാ തുഫ്തിറു ഹത്താ തറവുൽ ഹിലാൽ, ഹിലാൽ കാണാതെ നിങ്ങൾ നോമ്പ് അവസാനിപ്പിച്ച് പെരുന്നാളും നടത്തരുത് എന്ന് കൃത്യമായി റസൂലുള്ളാഹി ആവശ്യകമായി പറഞ്ഞിട്ടുണ്ട്. സൂമൂലി റുഅ്യതിഹി വഫ്തിറൂലി റുഅ്യതിഹി വൻസുഖൂ ലഹാ റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. റമദാൻ നിങ്ങൾ കണ്ടതിൻ്റെ ശേഷം, കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ, പെരുന്നാൾ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ, ഹജ്ജ് പോലെയുള്ള കർമ്മങ്ങൾ ദുൽഹിജ്ജ മാസം കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ
ഈ 3 മാസങ്ങളെ പറ്റിയല്ലാതെ വേറെ ഒരു മാസത്തെ സംബന്ധിച്ചും ഇങ്ങനെ കണിശമായി റസൂലുള്ള പറയാത്തത് കൊണ്ട് സ്വാഭാവികമായും ഹിലാൽ കമ്മിറ്റിയുടെ ആ വിഷയത്തിലുള്ള നിലപാട് ഈ 3 മാസം കാഴ്ചയെ അടിസ്ഥാനമാക്കിയും ബാക്കിയുള്ളത് നമുക്ക് ഏറ്റവും സൗകര്യപ്രദമായിട്ടുള്ളതും ഒരു എല്ലാവർക്കും കൂടുതൽ നല്ലതും എല്ലാവർക്കും ചെയ്യുന്നത് അത് കലണ്ടറിനെ ആസ്പദമാക്കി ചെയ്യാമെന്നാണ്. അതാണ് ആ വിഷയത്തിലെ ഹിലാൽ കമ്മിറ്റിയുടെ നിലപാട്. ആ നിലപാടനുസരിച്ച് ഇന്നാണ് 9, നാളെയാണ് 10. ആഷൂറ നാളെ. അപ്പോൾ നാളെ ആഷൂറ നോമ്പ് നിങ്ങൾ ആരും കളയരുത്. അത് നിർബന്ധമായും നിങ്ങൾ നോൽക്കേണ്ട ഒരു സുന്നത്ത് കർമ്മമാണ്. കാരണം ഒരു വർഷത്തെ നമ്മുടെ ജീവിതത്തിലൊക്കെ വന്നുപോയ ചെറു പാപങ്ങളൊക്കെ നമ്മൾ ഇഖ്ലാസോട് കൂടി ആ നോമ്പ് അനുഷ്ഠിക്കുമ്പോൾ അതിൽ നിന്നത് മായ്ക്കപ്പെട്ടു പോകും എന്നൊരു വലിയൊരു പുണ്യം ആഷൂറ നോമ്പിലൂടെ നമുക്ക് ലഭിക്കാനുണ്ട്. എല്ലാവരും ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد. وإذ قالت أمة منهم لم تعظون قوما الله مهلكهم أو معذبهم عذابا شديدا قالوا معذرة إلى ربكم ولعلهم يتقون. സൂറത്തുൽ അഅറാഫിലെ 164-164 വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊരു കഥ പറഞ്ഞു തരുന്നുണ്ട്. അത് ശനിയാഴ്ച ദിവസം മീൻ പിടിക്കാൻ പോയ ഇസ്രായേൽ സന്തതികളിലെ നടന്ന ഒരു കഥയാണ്, സംഭവിച്ച കഥയാണ്. ആ കഥ നമുക്കറിയാം. ശനിയാഴ്ച മീൻ പിടിക്കാൻ പോയപ്പോൾ ഉണ്ടായ സംഭവം. ആ മീൻ പിടിക്കാൻ പോയ സന്ദർഭത്തിൽ അങ്ങനെ ഒരു തെറ്റിലേക്ക് അവർ നീങ്ങിയപ്പോൾ അവിടെ 3 തരം ആളുകളുണ്ടായി. ഒന്ന്, അത് ധിക്കരിച്ചുകൊണ്ട് തന്നെ ആ തെറ്റ് ചെയ്ത മീൻ പിടിക്കാൻ പോയത്, അതിന് ചില കുബുദ്ധികളൊക്കെ ഉപയോഗിച്ച് അന്ന് മീൻ പിടിച്ച ആളുകൾ. വേറെ ചില ആളുകൾ അത് പാടില്ലട്ടോ, അത് പടച്ചോൻ വിരോധിച്ചതാണ്, നിങ്ങൾ ചെയ്യരുത്, ഇത് വലിയ ശിക്ഷ കിട്ടുന്ന കാര്യമായി മാറൂട്ടോ എന്ന് ഉപദേശിച്ച ഉപദേശികൾ. 3ാമത്തെ വിഭാഗം, എന്ത് ഇവരോട് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ട്, അള്ളാഹു ഓരോ കാര്യം അർത്ഥം നോക്കും, നമ്മളെന്തിനാ ഉപദേശിക്കാൻ പോകണത്, നിങ്ങളെന്തിനാ വെറുതെ ഉപദേശിക്കാൻ പോകുന്നത്, ഓരോ പാടായിട്ട് പോട്ടെ, നമ്മളതൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ടോ, അവർക്ക് അറിയില്ലേ ഇത് പാടില്ലാത്തൊരു സംഗതിയാണ് എന്ന് അവർക്ക് അറിയില്ലേ എന്ന് പറഞ്ഞൊരു 3ാം കക്ഷി. അങ്ങനെയാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു. ഇത് കാലത്ത് ഉമ്മത്തും മിന്നും, അവരിൽ ഒരു വിഭാഗം പറഞ്ഞു ലിമ തഅിദൂന ഖൗമൻ, എന്തിനാ നിങ്ങൾ ഈ ആളുകളെ ഉപദേശിക്കാൻ പോകുന്നത്, അല്ലാഹു മുഹ്ലിക്കുഹും, അല്ലാഹു അവരെ നശിപ്പിച്ചോളുന്ന്, നിങ്ങൾ അവരെ ഉപദേശിക്കാൻ പോകണോ എന്ന് ചോദിച്ചു. അല്ലെങ്കിൽ മുഅദ്ദിബുഹും, അല്ലെങ്കിൽ അള്ളാഹു അവരെ വളരെ നിന്ദ്യമായി ശിക്ഷിച്ചോളും. അദാബൻ ശദീദൻ ഖാലു, അപ്പോൾ അവർ പറഞ്ഞു മഅദിറത്തൻ ഇലാ റബ്ബിക്കും, ഒന്ന് അള്ളാഹിൻ്റെ അടുക്കൽ ഞങ്ങൾക്കൊരു ഒഴികഴിയുമാണല്ലോ, നിങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ട് ഇത് പറഞ്ഞോ, ഇങ്ങനൊരു സംഭവം ഇവിടെ നിങ്ങളുടെ കൺമുമ്പിൽ നടന്നിട്ട് നിങ്ങളതിനെപ്പറ്റി സംസാരിച്ചോ, നിങ്ങൾ മിണ്ടിയോ എന്നൊരു ചോദ്യം ഞങ്ങളോട് അള്ളാഹു ചോദിക്കൂലേ. അപ്പം ഞങ്ങൾ മിണ്ടിയിട്ടുണ്ട് പഠിച്ചോനെ, എന്ത് ഞങ്ങൾക്ക് പറയാൻ കഴിയണം. വലഅല്ലഹും യത്തഖൂൻ, 2ാമത്തെ ഒരു പ്രതീക്ഷ, അഥവാ ഇത് ഒരു നന്മയിലേക്ക് എത്തിയെങ്കിലോ, ഞങ്ങൾ ഈ പറയുന്ന പറച്ചിലുകൊണ്ട് ആരെങ്കിലും അതിൽ നിന്ന് മാറി ഒരു നന്മയിലേക്ക് ഉണ്ടായെങ്കിലോ എന്നൊരു പ്രതീക്ഷയും. ഈ ഒരു പ്രതീക്ഷയോടുകൂടി, എന്തെങ്കിലും നന്മ ഉണ്ടാകും എന്ന പ്രതീക്ഷയോടുകൂടി തിന്മകളോട് നമ്മൾക്ക് പ്രതികരിക്കാൻ നമുക്ക് സാധിക്കണം. തിന്മകളോട് പ്രതികരിക്കുക എന്നുള്ളത് അതൊരു മുസ്ലിമിന്റെ സ്വഭാവമാണ്. അത് തിന്മ എന്ന് പറയുന്നത് അവന് ഇസ്ലാമികമായ സംഗതിയല്ല. മൻ റഅ മിൻകും മുൻകറൻ ഫൽയുഗയ്യിറു ബിയദിഹി വഇല്ലം യസ്തതി ഫബിയദിഹി വഇല്ലം യസ്തതി ഫബിഖൽബിഹി. ഇതാണ് മിനിമം ദാലിക അഫ്ഉൽ ഈമാൻ. ഈമാനുള്ള ഒരാളെ മനസ്സിലുണ്ടാകാൻ ഏറ്റവും ചുരുങ്ങിയത് ഒരു കാര്യം, മുൻകറായ ഒരു കാര്യം, ശരിയല്ലാത്ത, സാംസ്കാരിക വിരുദ്ധമായ, മോശപ്പെട്ട എന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു സംഗതി നമ്മുടെ കൺമുമ്പിൽ കണ്ടാൽ അത് നമ്മളോട് തടയാൻ കഴിയുമെന്ന് നോക്കണം. അവനാൻ്റെ വീട്ടിലോ അവനാൻ്റെ മക്കളിലോ ഒക്കെ കാണുമ്പോൾ ചിലപ്പോൾ നമുക്ക് അവരെ നിർബന്ധിച്ച് അതിൽ നിന്ന് തടയാൻ നമുക്ക് കഴിയും. അങ്ങനത്തെ സംഗതികൾ ഇപ്പോൾ വീട്ടിലേക്ക് കള്ളു കുടിച്ചോ ലഹരി അടിച്ചോ വേറെ രീതിയിലൊക്കെ മക്കളൊക്കെ വരുമ്പോൾ അവരെ അടിക്കാനും അവരെ ശാസിക്കാനും അവരെ തടഞ്ഞു വെക്കാനും ഒക്കെ ആ മാതാപിതാക്കൾക്ക് ചിലപ്പോൾ കഴിയും. നാട്ടുകാർക്ക് ഇത് കഴിഞ്ഞോളുന്നില്ല, നാട്ടുകാർക്ക് അത് ചെയ്യാൻ പറ്റില്ല, അത് നിയമവിരുദ്ധമാകും.
അങ്ങനത്തെ സംഗതികൾ ചെയ്യും. പക്ഷെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതി ഇങ്ങനത്തെ തെറ്റുകൾ, മുൻകറായ സംഗതികൾ കാണുമ്പോൾ അതിനെപ്പറ്റി സംസാരിക്കുക, അതിനെപ്പറ്റി പറയുക, അതെല്ലാവർക്കും ചെയ്യാൻ കഴിയുന്ന സംഗതി, എല്ലാവർക്കും ചെയ്യും. നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ചും ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടന നമുക്ക് അനുവദിച്ചു തന്ന ഒരു കാര്യമാണ്. നമ്മൾക്ക് സ്വതന്ത്രമായി നമ്മുടെ വിയോജിപ്പുകൾ രേഖപ്പെടുത്താൻ ഈ രാജ്യത്തെ ഭരണഘടന നമുക്ക് അനുവാദം നൽകുന്നുണ്ട്. വിയോജിപ്പുകൾ രേഖപ്പെടുത്തണം. നമ്മൾ മതത്തിന്റെ എതിരെ എന്നല്ല, സംസ്കാരത്തിന് വിരുദ്ധമായി എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ തലമുറകൾക്ക് ദോഷം വരുമെന്ന് മനസ്സിലാക്കുന്ന ഒരു കാര്യം കാണുമ്പോൾ അതിനെതിരെ പ്രതികരിക്കണം. ആ പ്രതികരിക്കുക എന്നുള്ളത് ഒരു ഇസ്ലാമിക മനസ്സാക്ഷിയുടെ ഭാഗമാണ്. ഈ സൂംബ ഡാൻസുകളെ സംബന്ധിച്ചൊക്കെ പറയുമ്പോൾ അതാണ് അവിടെ നമ്മൾ നിൽക്കേണ്ടത്. അതല്ലാതെ ഈ സൂംബ ഡാൻസ് എന്ന് പറയുന്നത് ഒരു എന്താണ് ആരോഗ്യ പരിരക്ഷണത്തിന് ഉപയോഗിക്കുന്ന ഒരു എക്സസൈസ്. എല്ലാവർക്കും അതിനേക്കാൾ നല്ല എക്സസൈസുകളും അതുപോലുള്ള എക്സസൈസൊക്കെ പലരും ചെയ്യുന്നതാണ്. അതല്ല, നമ്മളുടെ ചെറിയ കുട്ടികളിൽ തലമുറകളിലേക്ക് ഇത്തരം സംഗതികൾ കൊണ്ടുവരുമ്പോൾ അതിൽ അനാവശ്യമായ സംഗതികൾ കടന്നുകൂടുന്നുണ്ടെങ്കിൽ, ലിബറലിസത്തിന്റെ തോലണിഞ്ഞുകൊണ്ടാണ് അത് കടന്നു വരുന്നതെങ്കിൽ അതിനെപ്പറ്റി ഉണർത്തണം. ഇതിങ്ങനെ ഒരു അപകടം അതിലുണ്ട് കേട്ടോ എന്ന് പറയണം. അത് പറയുക എന്നത് ഇസ്ലാമിക മനസ്സാക്ഷിയുടെ ഒരു ഭാഗം തന്നെയാണ്. ഏറ്റവും ചുരുങ്ങിയത് ഇന്ത്യ രാജ്യത്ത് അതിനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. അത് പറയുന്ന അല്ലെങ്കിൽ അത് ആരെങ്കിലും പറഞ്ഞാൽ അവരെ ശിക്ഷിക്കുക എന്ന് പറയുന്നത് ഭരണകൂടത്തിന് ചെയ്യാൻ കഴിയുന്ന കാര്യമാണ്. ഏത് ഭരണകൂടവും അങ്ങനെ തന്നെയാണ്. ഭരണകൂടത്തിന് ഭരണകൂടത്തിന് വിരുദ്ധമാണ് എന്ന് തോന്നുന്ന കാര്യങ്ങൾ ആരെങ്കിലുമൊക്കെ പറഞ്ഞു വരുമ്പോൾ അവർക്ക് അതിനെതിരെ ശിക്ഷാ നടപടിയിൽ കൈക്കൊള്ളും. ശിക്ഷാ നടപടിയിൽ കൈക്കൊള്ളുന്നത് ആ ശിക്ഷാ നടപടി അത് ശരിയോ തെറ്റോ എന്ന് പറയാനുള്ള അതിനുള്ള അവകാശം മറ്റുള്ള ആളുകൾക്ക്, ഈ നാട്ടിലെ പ്രജകൾക്കുണ്ട്. വാസ്തവത്തിൽ ഇത്തരം സംഗതികളും ഇതിനേക്കാൾ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴൊന്നും നടപടിയില്ലാത്തൊരു പ്രശ്നം, ഇത്തരം ഒരു പ്രശ്നത്തിൽ ഇങ്ങനെ ഒരു നടപടി ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അതിലൊരു ഇരട്ടത്താപ്പിന്റെ വശം നമ്മൾ കാണുന്നു. ഏതായാലും സർക്കാരിൻ്റെതായ ന്യായങ്ങൾ ഉണ്ടാകും. സർക്കാരിനോട് ഏറ്റുമുട്ടാനൊന്നും നമ്മൾക്കാർക്കും അവകാശമില്ല. കാരണം നമ്മൾ വോട്ട് ചെയ്ത് നമ്മൾ അധികാരത്തിലിരുത്തിയ ആളുകൾക്ക് അതിന്റെ സ്ഥാനം നൽകേണ്ടതുണ്ട്. നമ്മുടെ രാജ്യത്തെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ മുഖ്യമന്ത്രിയല്ല, എല്ലാവരുടെയും മുഖ്യമന്ത്രിയാണ്, എല്ലാവരുടെയും മന്ത്രിയാണ്. അവരുടെ പറയുന്നതിനും അവര് നമ്മോട് കൊണ്ടുവരുന്ന നിയമങ്ങളും അനുസരിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. പക്ഷേ അതിന് വിയോജിപ്പുള്ള സംഗതികൾ നമുക്ക് പറയണം. അത് പറയാൻ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യം അതൊരിക്കലും ഒരാളും ഹനിക്കുന്നത് ശരിയല്ല. അങ്ങനെ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് മുസ്ലിം സംഘടനകളിലും അതുപോലെ തന്നെ ഹൈന്ദവ സംഘടനകളിലും പെട്ട ആളുകൾ സൂംബ ഡാൻസിനെ സംബന്ധിച്ച് ആ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു തെറ്റായ സംഗതിയാണ്. അതങ്ങനെ തന്നെയാണ് അത് വേണ്ടത്. അപ്പോഴേ നമ്മുടെ നാട്ടിലെ ജനാധിപത്യം നിലനിൽക്കുകയുള്ളൂ. ആ ജനാധിപത്യം അതിനെ മറ്റു പല രീതിയിലും വ്യാഖ്യാനിച്ചുകൊണ്ട് നമ്മൾ അതിനെ വിധി എഴുതുന്നത് ശരിയല്ല. അതിലൊരു വർഗീയതയുടെ വശമില്ല, അതിലൊരു മതസ്പർദ്ധയുടെ വശമൊന്നും ആ വിഷയത്തിലില്ല. അതൊക്കെ നമ്മൾ വളരെ മാന്യമായ രീതിയിൽ പരസ്പരം സംവദിക്കുന്നതിൻ്റെ ഭാഗമായി നമ്മൾ മനസ്സിലാക്കണം. അപ്പം അതുകൊണ്ട് സൂംബ ഡാൻസ് പോലെയുള്ള സംഗതികളെ പറ്റി ആലോചിക്കേണ്ടത് ഏറ്റവും പ്രധാനമായി അത് രക്ഷിതാക്കളാണ്. എൻ്റെ മക്കൾക്ക് അത് ഗുണകരമാകുമോ ഇല്ലേ, അതിനനുസരിച്ച് രക്ഷിതാക്കൾ അതിനനുസരിച്ച് തീരുമാനമെടുക്കേണ്ടതാണ്. അതാണ് ആ വിഷയത്തിൽ ചെയ്തത്. സർക്കാരിൻ്റെതായ നിലപാടുമായി മുന്നോട്ട് പോകേണ്ടി വരും. സർക്കാർ വളരെ ന്യായമായ രീതിയിൽ പറഞ്ഞു സൂംബ ഡാൻസ് എന്നത് അത് ആരെങ്കിലും അടിച്ചേൽപ്പിക്കുകയില്ല, അത് നിർബന്ധമില്ല എന്ന് പറഞ്ഞു. വളരെ നല്ലതാണ്. അങ്ങനെ പറഞ്ഞു. എല്ലാവരുടെയും സ്വാതന്ത്ര്യത്തെ വകവെച്ചു നൽകിയിട്ടുണ്ട്. ആ അർത്ഥത്തിൽ തന്നെ അടിച്ചേൽപ്പിക്കുകയില്ലെങ്കിൽ അവിടെ രക്ഷിതാക്കളപ്പോ അത് വേണോ വേണ്ടേ എന്ന് രക്ഷിതാക്കൾ തീരുമാനിക്കണം. സ്കൂളുകൾ അത് നടപ്പാക്കണ്ടേ എന്നുള്ളത് സ്കൂളുകൾ തീരുമാനിക്കണം. അതിനൊക്കെ അവർക്ക് അവകാശമുണ്ട് എന്ന് നമ്മളുടെ സർക്കാർ നമ്മോട് പറഞ്ഞ സ്ഥിതിക്ക് വയ്ക്കും. ഏതായാലും അതൊരു ഗുണകരമായ സംഗതിയല്ല നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ടാക്കുന്നത് എന്നുള്ളത് പൊതുവെ എല്ലാ മതബോധമുള്ള
ഹിന്ദു, മുസ്ലിം, ക്രൈസ്തവ മതബോധമുള്ള ആളുകളൊക്കെ അത് ഉണർത്തിയിട്ടുണ്ട്. ആ ഉണർത്തലിന് അതിൻ്റെതായ ഫലമുണ്ട്. അത് ഏതർത്ഥത്തിലും ഗുണകരമായ കാര്യമാണ്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം, മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്തരം കാര്യങ്ങൾ പറയുക എന്നുള്ളത്, അത് ഉണർത്തുക എന്നുള്ളത് അവരുടെ മതപരമായ ഒരു ബാധ്യത കൂടിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ശരിയായ രീതിയിൽ ദീൻ പഠിച്ച് മനസ്സിലാക്കി അതനുസരിച്ച് ജീവിക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാം ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നു പോകുന്ന ചെറുതുപോലതുമായ പോരായ്മകൾ, അബദ്ധങ്ങൾ അവൻ നമുക്ക് കൊടുത്തു മാപ്പാത്തരട്ടെ. ഈ ലോകത്തും പരലോകത്തും സുഖവും സമാധാനവും സന്തോഷവും നൽകുന്ന ജീവിതം അവൻ പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ സന്താനങ്ങളിലൂടെ, ഇണകളിലൂടെ അവൻ നമുക്ക് കൺകുളികൾ പ്രദാനം ചെയ്യട്ടെ. നമ്മോട് വിട പറഞ്ഞ നമ്മുടെ മാതാപിതാക്കൾ, നമ്മോടൊപ്പം ജീവിക്കുന്ന നമ്മുടെ മാതാപിതാക്കൾ, അവരോടെല്ലാവരോടും ഒരുമിച്ച് ചേർന്ന് സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള മഹാഭാഗ്യം അല്ലാഹു നമുക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات. اللهم اجرنا من النار، اللهم اجرنا من النار. اللهم يا مقلب القلوب ثبت قلوبنا على الايمان والتقوى. ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. ربنا تقبل منا انك انت السميع العليم وتب علينا